ചാലിയാർ തീരത്തെ മുണ്ടുമുഴിയിലെ ഗ്രൗണ്ടിന്റെ സുരക്ഷാ ഭിത്തി പൊളിച്ചു മാറ്റിയതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം സന്ദർശിച്ചു. നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഗ്രൗണ്ട് നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. പതിറ്റാണ്ടുകളായി മുണ്ടുമുഴി പരിസര പ്രദേശത്തെ യുവാക്കളും മുണ്ടുമുഴി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും കളിച്ചുകൊണ്ടിരുന്ന ചാലിയാറിന് സമീപത്തെ ഗ്രൗണ്ടിന് ചുറ്റുമതിൽ കെട്ടാൻ നിർമ്മിച്ച ഭിത്തിയാണ് ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം പൊളിച്ചു നീക്കിയത്. പുഴയോരത്തെ ഈ സ്ഥലം പതിറ്റാണ്ടുകളായി ഗ്രൗണ്ടായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതിനു ചുറ്റും സുരക്ഷാ ഭിത്തി കെട്ടാൻ ഒരുങ്ങിയതാണ് ഇപ്പോൾ തടസ്സമായി മാറിയത്. കഴിഞ്ഞ ദിവസം റവന്യൂ അധികൃതർ നടത്തിയ പൊളിച്ചുമാറ്റലിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലം സന്ദർശിച്ചു. ജില്ലാ കലക്ടറുമായി നേരിട്ട് സംസാരിക്കുമെന്നും പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അറിയിച്ചു. ഇവിടെ എത്തി നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ജനകീയമായ ആവശ്യമാണ് ഇത്. ഇവിടെ ചെയ്തതും ഏറ്റവും വലിയ തെറ്റായിപ്പോയി. ഇത്രയും വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു സംവിധാനത്തെയാണ്, ഒരു സൗകര്യത്തെയാണ് മാറ്റി നിർത്തിയത്. ഞാൻ രാവിലെ തന്നെ ഇവരോട് പറഞ്ഞിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളെ ഒരു 4-5 ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട മാക്സിമം 5-6 ആളുകൾ കലക്ടർ നാളെ കാണണമെന്നും ഞാൻ കലക്ടറെ നേരിട്ട് വിളിച്ച് പറയാമെന്നും ആ കാര്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കാമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി ബോധ്യപ്പെട്ടു. അത് അയച്ചാൽ പോരാ, ഞാൻ തന്നെ നേരിട്ട് ആ ഡെഡിക്കേറ്റ് കൊണ്ടുപോവുകയാണ്. നാളെ കലക്ടറുടെ അടുത്തേക്ക് ഞാനും ഉണ്ട്. നമ്മൾ കഴിയുന്ന പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് വരാൻ കഴിയുക, അങ്ങനെയും നമ്മൾ മറ്റുള്ള ജനപ്രതിനിധികളും നമ്മൾ പോയി ഈ കാര്യം കാണിക്കാം. നിർബന്ധമായി കലക്ടറോട് തന്നെ ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ ആവശ്യപ്പെടാം. അടിയന്തരമായി ഇത് പുനഃസ്ഥാപിക്കാനും പഴയ രീതിയിൽ തന്നെ കൊണ്ടുവരാനും ഗ്രാമപഞ്ചായത്തും ഗ്രൗണ്ട് പുനഃസ്ഥാപിക്കാനുള്ള നടപടികളിൽ സഹകരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ഇന്നിവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് ഈ ഗ്രൗണ്ടിൻ്റെ വിഷയമായിട്ടാണ്. ഇത് നമ്മളെ മുന്നിൽ ഈ മക്കൾ ഇരിക്കുന്നുണ്ട്. ഇവരെ ന്യായമായ ഒരാവശ്യമാണ് ഇവിടെ ഗ്രൗണ്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ ജബ്ബാർ ഹാജിയൊക്കെ പറഞ്ഞ മാതിരി വൈസ് പ്രസിഡന്റും ഇവിടെ ഉണ്ട്, ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടെ ഉണ്ട്. നമ്മൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഏതറ്റം വരെ പോകാനും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാണ്. പിന്നെ ജബ്ബാർ ഹാജി സൂചിപ്പിച്ച പോലെ നമുക്ക് നിയമമുണ്ടല്ലോ, നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ട് നേടിയെടുക്കാനുള്ള എല്ലാ സഹായം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഉറപ്പ് തരും. ഇവിടെ കൂടിയ ഈ ആളുകളുടെ പ്രാധാന്യം മാത്രമല്ല, മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ വികാരം കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഇത് വില്ലേജ് ജനകീയ സമിതിയിൽ ഈ വിഷയം വന്ന സമയത്തൊക്കെ ഞാൻ വില്ലേജ് ജനകീയ സമിതിയിലെ ഒരു കക്ഷി കൂടിയാണ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി ആലിയാക്കൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുള്ളത് ഇത് മറ്റുള്ള എൻക്രോച്ച്മെൻറ്റിൻ്റെ മാതിരിയല്ല. ഇത് ഇത്രയും രീതിയിലുള്ള ഈ സ്ഥലം ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് ആവശ്യമായി ഇന്ന് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നാടിൻ്റെ മുഖമായിട്ടുള്ള ഗ്രൗണ്ട് ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തനം നടത്തുന്നത് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നറിയില്ല, പക്ഷെ അവർക്ക് ഇതിൻ്റെ വികാരം മനസ്സിലായിട്ടില്ല. ആ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് അധികാരികളോട് പറയാനുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്നുള്ള നിലക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു അമരക്കാരൻ കൂടി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ, പ്രത്യേകിച്ച് കലക്ടർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയുടെ തലപ്പത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ വികാരം അതിശക്തമായിട്ട് തന്നെ അവിടെ സൂചിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളെ ചാലിയാറിൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള ഒഴുക്കിന് ഒരു നിലയ്ക്കും തടസ്സപ്പെടുത്താത്ത രീതിയിൽ നിലനിൽക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇത് അനധികൃതമായി സൃഷ്ടിച്ച ഒരു സ്ഥലമല്ല. ആ നിലയ്ക്ക് ഇത് വളരെ വർഷങ്ങളായിട്ട് ആളുകൾ ഉപയോഗിച്ചു വരുന്ന സ്ഥലമാണ്. സ്വാഭാവികമായും നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കപ്പെട്ടു പോരുന്നുണ്ട്. അപ്പോൾ ഒരു കളിസ്ഥലം അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി, ഈ പ്രദേശത്തെ യുവജനങ്ങൾക്ക് വേണ്ടി, മറ്റു നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രകൃതിദത്തമായിട്ട് നിലനിൽക്കുന്നൊരു സ്ഥലം ഉപയോഗിച്ച് വരുന്നത് ഈ രീതിയിൽ തടസ്സപ്പെടുത്തുക എന്നുള്ളത് വളരെ മോശമായ കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ താല്പര്യങ്ങളല്ല അധികാരികൾ മാനിക്കേണ്ടത്. മറിച്ച് ഒരു പൊതുവികാരത്തെയാണ്, ആ പൊതുവികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്ഥലം ഇന്നലെ വരെ നിലനിന്ന രീതി നിലനിർത്തി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ നിലയ്ക്കുള്ള ഒരു സമീപനം പ്രദേശവാസികളോട് സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വാർഡിലെ പൊതുജനങ്ങളുടെ പ്രധാന ആവശ്യമായ ഗ്രൗണ്ടിന്റെ മതിൽ പൊളിച്ചു നീക്കുന്ന സമയം വാർഡ് മെമ്പറെ പോലും വിവരം അറിയിച്ചില്ലെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു.
ഒരു മുന്നറിയിപ്പ് പോലും ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വാർഡ് മെമ്പർ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു വിവരം പോലും മുന്നറിയിപ്പായിട്ട് അറിയിക്കാതെയാണ് ഇത്രയും ക്രൂരമായ നടപടികൾ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ആളുകൾ JCB ഒക്കെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. ശക്തമായി പ്രതികരിക്കുകയാണ് ഞാൻ. വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഏതറ്റം വരെ മരണം വരെ സംഭവിച്ചാലും വേണ്ട ഇതിന് മുന്നിൽ ഞാൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ വാക്ക് തരികയാണ്. കാരണം ഇവിടെ ഈ വളർന്നു വരുന്ന മക്കൾ അവർ രാവിലെ വൈകുന്നേരം സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ മൊബൈലിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറയൊക്കെ വളരെ എന്താ പേടിപ്പിക്കുന്ന രീതിയിലേക്ക് വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ആളുകളല്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ. പക്ഷെ അത്തരം ഒരു മോശമായ സംവിധാനത്തിലേക്ക് യുവതലമുറ പോകാതിരിക്കാൻ അവർക്ക് കളിച്ച് സന്തോഷിച്ച് ജീവിക്കാം, കളിച്ച് വളരാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഗ്രൗണ്ട് ഇവിടെ ഒരുക്കുന്നത്, അല്ലാതെ ഒരു ആളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല. അപ്പൊ അതിനെതിരെ മുന്നോട്ട് വന്ന് പ്രവർത്തിച്ച ആരായാലും അത് നിയമത്തിന്റെ രീതിയിൽ തന്നെ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഇത് ആരാണോ ഇതിന് പരാതി കൊടുത്ത് വില്ലേജ് ഓഫീസറെ ഇവിടേക്ക് വിട്ടതെന്ന് വെച്ചാൽ അത് ഞാൻ വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ആളുകളെ കണ്ടുപിടിക്കും. JCB മുതൽ മറ്റുള്ള ഇവിടെ വരാനും അതിനുവേണ്ട ചെലവുകൾ ആര് വഹിച്ചു അവരൊക്കെ കണ്ടെത്തിയിട്ട് അവരെ ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഈ നാട്ടിൽ ഇപ്പൊ ഇന്നിവിടെ കൂടിയ ഈ LP സ്കൂൾ 1ാം ക്ലാസ്സിൽ KG മുതലുള്ള കുട്ടികൾ ഇവിടെ ഒത്തിട്ടുണ്ട്. ഈ ജനങ്ങൾ മൊത്തം ഇവിടെ എല്ലാവരും ഒരേ മനസ്സോടെയാണ് വന്നിട്ടുള്ളത്. അവരുടെ ഒക്കെ സഹായത്തോടെ പിന്തുണയോടെ ഈ ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കി മാറ്റണം. അതിനെല്ലാവരും ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് എനിക്ക്. ചാലിയാറിന്റെ സമീപം പുറമ്പോക്ക് ഭൂമിയായ ഇവിടെ നാടിന് ഉപകാരപ്പെടുന്ന കളിസ്ഥലമാക്കുന്നതിന് തടസ്സം നിൽക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചുറ്റുമതിൽ പൊളിച്ചു നീക്കിയതോടൊപ്പം സ്ത്രീകൾ അലക്കാനിറങ്ങുന്ന വഴിയും കിടങ്ങാക്കി മാറ്റിയതിൽ ജനപ്രതിനിധികൾ പ്രതിഷേധിച്ചു. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.